ഇസ്രായേൽ സന്തതികൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് തന്നെ അവർ കാണിച്ചു കൂട്ടിയ ഉപായങ്ങളും കുതന്ത്രങ്ങളും ധിക്കാരങ്ങളും അനുസരണക്കേടുകളും എതിര് പ്രവർത്തിക്കലുകളും ഒക്കെ അതിര് കവിഞ്ഞ് പ്രവർത്തിക്കലും ഒക്കെ വളരെ പ്രശസ്തമായ കാര്യമാണ്. ആ കാരണങ്ങൾ നിമിത്തം തന്നെ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇന്നും ഈ പറഞ്ഞ സ്വഭാവങ്ങളിൽ നിന്ന് ഇസ്രായേലുകൾ മുക്തമല്ല എന്നുള്ളതിന്റെ തെളിവാണ് നാം ഓരോ ദിവസവും വായിച്ച് അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വചനങ്ങളുടെ സാരം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. വസ്അൽഹും അനിൽ ഖറിയത്തില്ലത്തി കാനത് ഹാദിറത്തൽ ബഹർ. ആ സമുദ്രത്തിന്റെ കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ആ നാട്ടുകാരെ സംബന്ധിച്ച് അവരോട് നീ ചോദിച്ചു നോക്കുക. ഇത് യഅദൂന ഫിസ് സബ്തി, ശനിയാഴ്ച ദിവസം അവർ അതിര് കവിഞ്ഞ് പ്രവർത്തിച്ചപ്പോൾ, ഇത് തഅ്തീഹിം ഹീതാനുഹും യൗമ സബ്തിഹിം ശുർറഹ, സബ്താചരണ ദിവസം അല്ലെങ്കിൽ ശബ്ബത്ത് ആചരണ ദിവസം, ശനിയാഴ്ച ആചരണ ദിവസം മത്സ്യങ്ങളെല്ലാം കൂടി വന്ന് സമുദ്രത്തിൽ വെള്ളത്തിന്റെ മീതെ തലകൾ പൊന്തിച്ചു പിടിച്ചുകൊണ്ട് എന്നെ പിടിച്ചോ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ വന്നിങ്ങനെ നിൽക്കും. ശബ്ബത്ത് ആചരിക്കാത്ത ശനിയാഴ്ച അല്ലാത്ത മറ്റു ദിവസങ്ങളിലോ ഒരു മത്സ്യത്തിനെ പോലും കാണുക പോലുമില്ല. കദാലിക നബ്ലൂഹും ബിമാ കാനൂ യഫ്സുഖൂൻ. അവർ ദുർമാർഗം പ്രാപിച്ചപ്പോൾ അല്ലെങ്കിൽ ധിക്കാരികളായി കഴിഞ്ഞപ്പോൾ ഇപ്രകാരമാണ് അവരെ നാം പരീക്ഷിച്ചത്. വല്ലാത്ത ഒരു പരീക്ഷണമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു. വഇദ് ഖാലത്ത് ഉമ്മത്തും മിൻഹും, അവരിൽപ്പെട്ട ഒരു വിഭാഗം, ഒരു സമുദായം പറഞ്ഞു, ചോദിച്ചു, ലിമ തഅദൂന ഖൗമൻ ഇല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ. നിങ്ങൾ എന്തിനാണ് ഈ ജനതയെ ഉപദേശിക്കുന്നത്? ഇവരെ ഒന്നുകിൽ അള്ളാഹു നശിപ്പിക്കും, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കഠിനമായ ശിക്ഷിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവരോട് എന്തിനാ നിങ്ങൾ ഈ വേദം ഓതാൻ പോകുന്നത്? ഖാലു, അവർ പറഞ്ഞു, മഅദിറത്തൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ. അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള ഒരു ഒഴിവ് കഴിവ്, ഒരു ഉദ്ർ ബോധിപ്പിക്കലാണ്. ഔ വലഅല്ലഹും യത്തഖൂൻ, അല്ലെങ്കിൽ അവരെ പറയുന്നത് കേട്ട് സൂക്ഷ്മത പാലിച്ച് ജീവിച്ചാലോ, അതിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞു നോക്കുന്നത് എന്നവർ പറഞ്ഞു. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, അവരോട് ഉണർത്തപ്പെട്ട കാര്യം അവർ മറന്നു കഴിഞ്ഞപ്പോൾ, അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂ, തെറ്റിൽ നിന്ന് തിന്മയിൽ നിന്ന് തടഞ്ഞ വിഭാഗത്തെ നാം രക്ഷപ്പെടുത്തി. വഅഖദ്നല്ലദീന ളലമൂ ബിഅദാബിൻ ബഈസിൻ ബിമാ കാനൂ യഫ്സുഖൂൻ, അക്രമം കാണിച്ച ആ ജനതയെ കഠിനമായ ശിക്ഷ കൊണ്ട് നാം പിടികൂടി. അവർ തോന്നിയാസം അല്ലെങ്കിൽ ദുർമാർഗം അല്ലെങ്കിൽ ധിക്കാരം പ്രവർത്തിച്ചത് നിമിത്തം. ഫലമ്മാ അതൗ അമ്മാ നുഹൂ അൻ, ഏതൊരു കാര്യത്തിൽ നിന്ന് അവരോട് തടയപ്പെട്ടുവോ അക്കാര്യത്തിൽ അവർ ധിക്കാരം പ്രവർത്തിച്ചപ്പോൾ, ഖുൽനാ ലഹും, അവരോട് നാം പറഞ്ഞു, കൂനൂ, നിങ്ങളാവുക, ഖിറദത്തൻ ഖാസിഈൻ, നിന്ദ്യന്മാരായ കുരങ്ങുകളായി നിങ്ങൾ മാറുകയും എന്നവരോട് നാം പറഞ്ഞു. ഇതാണ് ഈ വചനങ്ങളുടെ സാരം. ചെങ്കടലിന്റെ വടക്ക് ഭാഗത്ത് സമുദ്രം ഇടത്തും വലത്തുമായി വേർപിരിഞ്ഞു പോകുന്നു. ആ വേർപിരിഞ്ഞു പോകുന്നതിൽ ഒന്നിന് സൂയസ് കടലിടുക്ക് എന്നും മറ്റേതിന് അഖബ ഉൾക്കടൽ എന്നുമാണ് പറയുക. സൂയസ് ഉൾക്കടൽ എന്നും അഖബ ഉൾക്കടലും എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ഇങ്ങനെ പോകും. ഇതിൽ ആ പ്രദേശത്ത് അങ്ങനെ ആ പിരിഞ്ഞു പോകുന്ന ആ പ്രദേശത്തിന് പണ്ടത്തെ പേര് ഐല അല്ലെങ്കിൽ ഈലത്ത് എന്നാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ജോർദാന്റെയും സൗദിയുടെയും അതുപോലെ തന്നെ ഫലസ്തീന്റെയും പ്രദേശങ്ങൾക്ക് അടുത്താണ്. ഈ പ്രദേശത്ത് ഇസ്രായേലിൽപ്പെട്ട ഒരു വിഭാഗം താമസിച്ചിരുന്നു. അവരെല്ലാരും കൂടി ഒരിടത്തല്ലല്ലോ താമസിച്ചത്.
ആ കഥയൊക്കെ വേറെയാണ്, അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഈ കടൽ തീരത്ത് താമസിച്ചിരുന്ന ആൾക്കാര് മീൻപിടുത്തക്കാരല്ലേ, അവരെ പരീക്ഷിച്ച ഒരു പരീക്ഷണമാണ് ഈ വചനത്തിൽ ഇപ്പോൾ നമ്മൾ കേട്ടത്, മനസ്സിലാക്കിയത്. ഈ സംഭവം വിശുദ്ധ ഖുർആനിൽ രണ്ടിടത്ത് പരാമർശിക്കുന്നു. ഒന്ന് സൂറത്തുൽ ബഖറയിലെ 65-66 വചനങ്ങൾ, വളരെ ചെറിയ പരാമർശമാണ്. അല്പം ദീർഘമായി പരാമർശിച്ചത് ഇപ്പൊ ഞാൻ ഓതി വെച്ച സൂറത്ത് അൻആമിലെ 163 മുതൽ 166 വരെയുള്ള വചനങ്ങളാണ്. ഞാൻ ഈ വചനങ്ങൾ ഇങ്ങനെ സൂചിപ്പിക്കുന്നത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എടുത്തു നോക്കിയാൽ കൂടുതൽ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ വിശദീകരണവും കൂടി ഇപ്പൊ നടക്കൂലല്ലോ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൗറാത്തിലെ നിയമമനുസരിച്ച് ജൂതന്മാർക്ക് ശനിയാഴ്ച ശബ്ബത്ത് ആചരണ ദിവസമാണ്. അന്ന് ജോലിക്കൊന്നും പൊയ്ക്കൂടാ, പ്രത്യേക ആരാധനാ കർമ്മങ്ങളിൽ മുഴുകണം. അതാണ് തൗറാത്ത് അവരോട് നിർദ്ദേശിച്ച കാര്യം. ഇന്നും ജൂതന്മാർ ശനിയാഴ്ചയാണ് ഒഴിവ് ദിവസമായി അവർ കാണുന്നത്. ക്രൈസ്തവർ ഞായറാഴ്ച ഒഴിവ് ദിവസമാക്കിയതുപോലെ ആയി പ്രവർത്തിക്കുന്നത് പോലെ. ഇതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാവുന്ന കാര്യമാണ്. അങ്ങനെ അവരോട് നിർദ്ദേശിക്കപ്പെട്ട ഈ നിർദ്ദേശമാണ് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത്, നിങ്ങൾ അന്ന് പ്രത്യേക ആരാധനകളിൽ മുഴുകണം. പക്ഷെ അള്ളാഹുവിന്റെ പരീക്ഷണം എന്നുള്ള നിലയിൽ നേരത്തെ നമ്മൾ കേട്ടതുപോലെ ഈ ശബ്ബത്ത് ആചരണ ദിവസം അഥവാ ശനിയാഴ്ച ദിവസമാണ് ഏറ്റവും കൂടുതൽ മത്സ്യം ഇങ്ങനെ മുകളിലേക്ക് വരിക. അത് വന്ന് കാണുമ്പോൾ മീൻപിടുത്തക്കാർക്ക് ഒരു മാനസികമായ ഒരു വിഭ്രാന്തി ഇരിക്കുന്നത്, അങ്ങോട്ട് പോവുകയല്ലേ, കിട്ടുന്നില്ലല്ലേ. ഖുർആൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ശനിയാഴ്ച അല്ലാത്ത ഒരു ദിവസവും ഇതുപോലെ മീൻ വരികയുമില്ല. അപ്പൊ അവരുടെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്ന നിലയിലുള്ള പ്രയാസകരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമായതുകൊണ്ട് അവർ അങ്ങനെ അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. അവരുടെ സ്വഭാവം പൊതുവെ ഞാൻ സൂചിപ്പിച്ചു. എന്ത് പറയുന്നുവോ അതിനെതിരെ പ്രവർത്തിക്കുക, ധിക്കാരം കാണിക്കുക. ഇപ്പൊ ലോകത്ത് മുഴുവൻ രാഷ്ട്രങ്ങൾ, 150-ൽ പരം രാഷ്ട്രങ്ങൾ ലോകത്തുണ്ട്. ആ രാഷ്ട്രങ്ങളിൽ 142ഓളം രാഷ്ട്രങ്ങൾ ഒരൊറ്റ സൈഡിൽ നിന്നുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത്, ആ വസ്സയെ നിർത്ത്, മതിയാക്കുക, ചോര ഇനി കുടിക്കൽ നിർത്ത് എന്ന് പറഞ്ഞു നോക്കിയിട്ട് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഇത് അവരുടെ എന്താണ് പറയുക, ജനസിലുള്ള കാര്യം. അത് തന്നെയാണ് അവരുടെ ആദ്യകാലം മുതലേ അവരുടെ ചരിത്രം ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നതിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിലേക്ക് പോവുകയല്ല. അപ്പൊ ഇതൊരു പരീക്ഷണമാണ്. ഈ മീൻ കിട്ടുകയും വേണം, ശനിയാഴ്ച മീൻ പിടിക്കാനും പറ്റില്ല. അപ്പൊ അതിന് പറ്റിയ ഉപായം, കൗശലം കണ്ടെത്തണം. ആ കൗശലം അവർ കണ്ടെത്തിയത് എന്താണെന്നറിയോ? കടലിൽ നിന്ന് ഇത്തിരി ദീർഘമായ ഒരു ചാലുകൾ ഉണ്ടാക്കുക. എന്നിട്ട് ആ ചാലുകൾ പോയി ചെറിയ 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 കുളങ്ങളിൽ അവസാനിക്കുക. അപ്പൊ ഈ മത്സ്യം എന്ത് ചെയ്യും? ഈ ചാലുകളിലൂടെ, വെള്ളത്തിലൂടെ കുതിച്ച് ഒഴുകി വന്ന് ഈ കുളങ്ങളിൽ വീഴും. ഏറെക്കുറെ അതങ്ങോട്ട് നിറയുമ്പോൾ അതിന്റെ മുഖഭാഗം അങ്ങോട്ട് അടയ്ക്കും, എങ്ങോട്ടും പോകാത്ത രീതി. പിന്നീട് അടുത്ത ദിവസം ആ മീനെ പിടിച്ചെടുക്കും. അപ്പൊ എന്ത് ചെയ്തു? ശനിയാഴ്ച മീൻ പിടിച്ചോ? ഇല്ല, മീൻ പിടിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു? ഈ കുബുദ്ധി ചെയ്തു, ഈ കുതന്ത്രം ചെയ്തു. അത് സത്യത്തിൽ കൽപ്പനയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ്. കൽപ്പനയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യമായി കഴിഞ്ഞപ്പോൾ അതിനുള്ള തിക്തഫലം അവർക്ക് അനുഭവിക്കേണ്ടി വന്നതാണ് നാം ആ വചനങ്ങളിൽ നിന്ന് കേട്ടത്. ഇത് എന്തിനാണ് ഈ സംഭവം നമ്മൾ ഓർക്കേണ്ടത്? നമുക്കും ഓർക്കേണ്ട ബാധ്യതയുണ്ട്. കാരണം നാം ഇന്ന് ജീവിക്കുന്ന നമ്മളുടെ സാഹചര്യങ്ങൾ, ലോകം, കാലം എന്ന് പറയുന്നത് നോർമലൈസേഷന്റെ കാലമാണ്. എന്ന് പറഞ്ഞാൽ എന്തിനേയും സാധാരണവൽക്കരിക്കുക, നിസ്സാരവൽക്കരിക്കുക. അതിപ്പോ എന്ത് ചെയ്യാനാ? കുട്ടികൾ അങ്ങനെ പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നു. ഇതിപ്പോ എന്ത് ചെയ്യാനാ? സമൂഹം ഇങ്ങനെ പറയുന്നു, അതങ്ങനെ ചെയ്യുന്നു. ഒരു കാര്യത്തിനും, ഒരു തെറ്റായ കാര്യത്തിനെതിരെ, തിന്മകൾക്കെതിരെ, അധാർമികതകൾക്കെതിരെ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാനോ, ഒന്ന് പറഞ്ഞിട്ടൊഴിവാക്കിക്കാനോ, അതല്ലെങ്കിൽ അതിനോട് മാനസികമായ അകലം പാലിച്ച് നിൽക്കാനോ പോലും കഴിയാത്ത നിലയിൽ എല്ലാം കൂടി കൂട്ടിക്കൊഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ബനൂ ഇസ്രായേൽക്കാരുടെ ഈ ചരിത്രത്തിന് പ്രസക്തിയുണ്ട്, ഏറെ പ്രാധാന്യമുണ്ട്, ഗുണപാഠം ഉൾക്കൊള്ളാനുണ്ട്. അതുകൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്.
ചരിത്രം ഞാൻ പരത്തി പറയുന്നില്ല, വളരെ ചുരുങ്ങിയ നിലയിൽ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു താക്കീത് നമ്മളോട് ചെയ്തിട്ടുണ്ട്. എന്താ താക്കീതെന്നറിയാം? ജൂതന്മാര് പ്രവർത്തിച്ചതുപോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്. അള്ളാഹു നിഷിദ്ധമാക്കിയതിനെ താഴ്ന്ന തരത്തിലുള്ള ഉപായങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഹലാലാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ ലഹരി ഉപയോഗിക്കുമ്പോൾ ലഹരി നിഷിദ്ധമാണെന്നറിയാം, എന്നാൽ ലഹരി ഉപയോഗം അതല്ലല്ലോ ഞാൻ കുടിച്ചത്. പിന്നെ ഹദീദിൽ പറഞ്ഞിട്ടുള്ളത് ഖംറല്ലേ, ഇത് ഖംറല്ലല്ലോ, ഇത് രാസ രൂപത്തിലുള്ള ലഹരിയല്ലേ. അപ്പൊ ചർച്ച അങ്ങനെ പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ മുതിർന്ന ആളുകൾ ചെയ്യേണ്ടതുണ്ട്, അത് തടയുകയോ ഉണർത്തുകയോ മാറ്റി നിർത്തുകയോ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ പറയും പുതിയ ജനറേഷൻ അങ്ങനെയാണ്, അവരങ്ങനെ ചെയ്തു പോകുന്നു, എല്ലാരും ചെയ്യുന്നു, അവരും ചെയ്തു പോകുന്നു. ഇത് ഒരു നല്ല മനോഭാവമല്ല. കാരണം ഈ സംഭവത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് 3 തരം ആൾക്കാരെ അന്ന് നമുക്ക് അവിടെ കാണാം. അതിൽ ഒരു വിഭാഗം നിയമം പൂർണ്ണമായും ലംഘിച്ച് മീൻ പിടിച്ച ആളുകളാണ്. അതാണ് ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം അവരുടെ ഈ ചെയ്തി, അവർ ചെയ്യുന്ന ഈ ചെയ്തി ശരിയല്ല, ഈ പ്രവൃത്തി ശരിയല്ല, അത് പിടിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും പിടിക്കാൻ പാടില്ല. ഇങ്ങനെ ചാലുകീറി പിടിക്കാനും പാടില്ല, നേർക്ക് നേരെ പിടിക്കാനും പാടില്ല, പിടിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് അവരെ ഉണർത്തി, അവരെ ആക്ഷേപിച്ചു, അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, അവരെ ഉപദേശിച്ചു, അവര് നന്നാകട്ടെ എന്നുള്ള നിലയിൽ ഗുണകാംക്ഷയോടുകൂടി അവരുടെ ഒപ്പം നിന്ന് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം ഇവരിത് ചെയ്യുന്നു, ഇവരെ ഉപദേശിച്ചിട്ടും ഇവര് നിർത്തുന്നില്ല, ഒരു മാനസാന്തരം ഇവർക്കുണ്ടാകുന്നില്ല, പിന്നെ എന്തിനാണ് ഇവരെ ഉപദേശിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്തോട്ടെ നമുക്കെന്താ എന്നുള്ള നമ്മളുടെയൊക്കെ ഇന്നത്തെ മനോഭാവം എന്ന് ഞാൻ പറയട്ടെ, ക്ഷമിക്കുക. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യട്ടെ, കുടിക്കട്ടെ, ലഹരി ഉപയോഗിക്കട്ടെ, അല്ലെങ്കിൽ അനാവശ്യമായ കലരുകൾ നടത്തട്ടെ, നമുക്കെന്താ, അവരല്ലേ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അവരെ പടച്ചോ നോക്കിക്കോളും എന്ന് പറയുന്ന ഈ ശൈലി ഉപയോഗിച്ചു അന്ന് കുറെ ആൾക്കാർ. ഇങ്ങനെ 3 വിഭാഗം. നിങ്ങൾ എന്തിനാ, അവരാണ് ചോദിച്ചത്, ലിമ തഅദൂന ഖൗമൻ ഇല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ. ഒന്നുകിൽ അള്ളാഹു മുച്ചൂടും നശിപ്പിച്ചു കളയുന്ന, അല്ലെങ്കിൽ അത് കഠിനമായ ശിക്ഷ നൽകാൻ അള്ളാഹു തയ്യാറായി നിൽക്കുന്ന ഇവരെ എന്തിനാണ് നിങ്ങൾ ഉപദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ലിമ തഅദൂന ഖൗമ, എന്തിനാ അവർ ഉപദേശിക്കുന്നത്? പക്ഷെ അവർക്ക് മറുപടി ഉണ്ടായിരുന്നു, പ്രസക്തമായ മറുപടിയാണ് അവർ പറഞ്ഞത്. ഖാലൂ മഅ്ദിറത്തൻ ഇലാ റബ്ബിക്കും. 2 കാര്യം അവർ പറഞ്ഞത്. വലഅല്ലഹും യത്തഖൂൻ. ഒന്ന്, നമ്മൾ ചെയ്യേണ്ട ബാധ്യത നിറവേറ്റുക. തെറ്റ് ചെയ്യുന്നു അവർ, തിന്മ പ്രവർത്തിക്കുന്നു അവർ, അരുത് എന്ന് പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യത നിറവേറ്റുന്നു. അള്ളാഹുവിന്റെ അടുക്കൽ അത് ബോധ്യപ്പെടുത്താം. അതിനാണ് മഅ്ദിറത്ത് എന്ന വാക്കിന് എക്സ്ക്യൂസ് എന്നാണ് സാധാരണ പറയാറുള്ളത്. അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ഉദ്ർ പഠിച്ചവനെ ഞങ്ങൾ പറഞ്ഞു നോക്കി, എന്നിട്ട് അവര് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭാഗം ക്ലിയറായി, നമ്മൾ രക്ഷപ്പെട്ടു പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ. അതിനാണ് ഞങ്ങൾ ഇത് ചെയ്തത്. ഒന്ന്. രണ്ടാമത്, ഞങ്ങൾ പറയുന്ന ഉപദേശമോ നിർദ്ദേശമോ കേട്ട് അവര് നന്നായാലോ, അവര് സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മാറിയാലോ അത് സംഭവിക്കാലോ. ഇതൊക്കെ ഈ സമൂഹത്തിൽ നമുക്ക് കാണാം. ഈ പറയുന്ന 3 ശൈലിയും ഇന്നും ഈ സമൂഹത്തിലുണ്ട്. നേർക്ക് നേരെ തെറ്റിലേക്ക് അങ്ങോട്ട് പോകുന്നവർ, അപ്പൊ ചെയ്യരുത് എന്ന് പറയുന്നവർ. അപ്പൊ ചെയ്യരുത് എന്ന് പറയുന്നവരെ നോക്കിയിട്ട് നിങ്ങൾ എത്ര കാലമായപ്പോ ഇത് പറയാൻ തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ, വല്ല മെച്ചമുണ്ടോ ഇവരോട് പറഞ്ഞിട്ട്? ഇതുവരെ വല്ല ഗുണവും കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? പിന്നെ എന്തിനാ നിങ്ങൾ ഇത് പറയാൻ നടക്കുന്നതെന്ന് ചോദിക്കുന്ന മൂന്നാമതൊരു വിഭാഗം. നോക്ക് നിങ്ങൾ, ആ ബനു ഇസ്രായേൽ കാലത്തെ അതേ സംഭവം അച്ചിട്ട പോലെ നമ്മളുടെ മുമ്പിലുണ്ട്. എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്നും കൂടി. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താ? മൗനം ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. തിന്മകൾക്കെതിരെയുള്ള മൗനവും, തിന്മകൾ അങ്ങനെ നടന്നോട്ടെ, അത് സാധാരണ കാര്യങ്ങളാണ്, നിസ്സാരമായിട്ട് അങ്ങനെ പോകട്ടെ, അങ്ങനെ തലമുറ ചെയ്യട്ടെ എന്നുള്ള മനോഭാവം, ആ മനോഭാവം ഏതായാലും ശരിയല്ല. എന്നിട്ട് എന്താ സംഭവിച്ചത് നോക്കുക.
ഈ മഅ്ദിറത്തൻ ഇലാ റബ്ബിക്കും എന്ന് പറഞ്ഞ് ഇവരെ ഉണർത്തി ഉപദേശിച്ച് ഗുണകാംക്ഷയോടുകൂടി തിരുത്താൻ ശ്രമിച്ച വിഭാഗത്തെ ഇവർക്ക് ഉണ്ടായ ശിക്ഷയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി. ഇതാണ് സംഭവം. ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ തെറ്റ് ചെയ്തവരും ആ തെറ്റ് ചെയ്തവരെ തടഞ്ഞവരെ ചോദ്യം ചെയ്യുകയും അവരെ പരിഹസിക്കുകയും നിസ്സംഗത പാലിക്കുകയും അങ്ങനെ ആയിക്കോട്ടെ എന്ന് മൗനം പാലിക്കുകയും ചെയ്തവരെയും ഉൾപ്പെടുത്തി അള്ളാഹു അങ്ങോട്ട് നശിപ്പിച്ചു. ആ നശിപ്പിക്കൽ എന്താണ്? കുരങ്ങന്മാരാക്കി മാറ്റിയതാ. കൂനു ഖിറദത്തൻ ഖാസിഈൻ, നിന്ദ്യന്മാരായ കുരങ്ങന്മാരായി മാറൂ എന്ന് അള്ളാഹുവിന് വലിയ പ്രയാസമുള്ള കാര്യമാണോ ഇതൊക്കെ? ഇതിലൊന്നും ഒരു ദുർവ്യാഖ്യാനത്തിന്റെ ആവശ്യമോ മറ്റൊരു യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ചിന്തിച്ച് വേറൊന്ന് കണ്ടുകിട്ടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ അള്ളാഹു പലരെയും രൂപം മറിച്ച് ശിക്ഷിച്ച ഒരുപാട് സംഭവങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ? എങ്കിൽ ഇതിങ്ങനെ തന്നെ അംഗീകരിക്കാതെ യാതൊരു നിർവാഹവുമില്ല. ഇതാണ് സംഭവിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, 2 സ്ഥലത്താണ് ഈ സംഭവം ഉള്ളത്. ഒന്ന് സൂറത്തുൽ ബഖറയിലെ 65-66, അവിടെ 2 വാചകങ്ങൾ ഒതുക്കി അല്ലാഹു ഇത് വലഖദ് അലിംതുമുൽ ലദീന അഅ്തദു മിൻകും ഫിസ് സബ്തി വഖുൽനാ ലഹും കൂനൂ ഖിറദത്തൻ ഖാസിഈൻ ഫജഅൽനാഹാ നകാലൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ വമൗഇദത്തൻ ലിൽ മുത്തഖീൻ എന്ന് വിശുദ്ധ ഖുർആൻ അവിടെ പറഞ്ഞു. 2 വരികൾ ഒതുക്കി. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഭാഗമാണ്, അഅറാഫിലെ ഈ ഭാഗമാണ് ഇത് വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ ആകെ പറഞ്ഞത് എന്താ? ശനിയാഴ്ച ദിവസം അതിര് കവിഞ്ഞ് പ്രവർത്തിച്ചവരെ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അവരോട് നാം പറഞ്ഞു, നിങ്ങൾ നിന്ദ്യന്മാരായ കുരങ്ങന്മാരായി മാറുകയും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഫജഅൽനാഹാ, ആ സംഭവം, ആ ശിക്ഷ, അതിനെ നാം ആക്കി നക്കാലൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ, അന്ന് ജീവിച്ചിരുന്നവർക്കും പിന്നെ വരാനിരിക്കുന്നവർക്കും ഒക്കെ ഒരു നെക്കാലാക്കി മാറ്റി എന്നാ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ നെക്കാൽ എന്ന പ്രയോഗം 3 സ്ഥലത്തേ ഉള്ളൂ. അപ്പം അന്നുള്ളവർക്കും പിന്നെ വന്നവർക്കും ഒക്കെ ഒരു നെക്കാലാക്കി മൗഇദത്തൻ ലിൽ മുത്തഖീൻ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു സതുപദേശവുമായിട്ടാണ് അവരെ അങ്ങനെ ശിക്ഷിച്ചത് എന്ന് പറഞ്ഞു വെച്ചു. നെക്കാൽ എന്ന പദത്തിന് മലയാള ഭാഷയിൽ അന്വേഷിച്ചു നോക്കിയാൽ അതിന്റെ ആശയം പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു വാക്ക് കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. അങ്ങനെ പിന്നെ വിശുദ്ധ ഖുർആനിൽ പല വാക്കുകൾക്കും അർത്ഥം അന്വയിച്ചാൽ ഒരർത്ഥം അങ്ങോട്ട് പറയലേ പറ്റുള്ളൂ. ആ നിലയിൽ നെക്കാലിന് ഖുർആനിൽ ഭാഷാന്തരം നൽകിയിട്ടുള്ളത്, മലയാളത്തിൽ പരിഭാഷ വന്നിട്ടുള്ളത് നെക്കാലിന് ഗുണപാഠം എന്നർത്ഥം കൊടുക്കുന്നുണ്ട്, മാതൃകാപരമായ ശിക്ഷ എന്നർത്ഥം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഖുർആൻ ഇത് പ്രയോഗിച്ച 3 സ്ഥലങ്ങളും ഗൗരവത്തോടു കൂടി നമ്മളൊന്ന് ഓർക്കണം. എന്താണത്? അപ്പൊ ആ പറയുന്നതൊന്നും അല്ലാന്ന്. ഒരു കാലത്തും ഇത് കാണുകയോ മനസ്സിലാക്കുകയോ അറിയുകയോ ചെയ്യുന്ന ഒരാൾ ഇത്തരത്തിലുള്ള കാര്യം ഒരു കാരണവശാലും തന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യൂല എന്ന് അവന് ഉറപ്പ് വരുത്തത്തക്ക നിലയിൽ അവന് ഭീതിയും ഭയവും സൂക്ഷ്മതയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യം, അതാണ് നെക്കാല്. ഇത്ര വിശാലമായി പറയേണ്ട ഒരാശയമാണ് നെക്കാൽ എന്നുള്ളത്. ഇത് പറഞ്ഞ 3 സ്ഥലം, ഒന്നിപ്പോ നമ്മള് സൂറത്തുൽ ബഖറയിൽ ഇവരുടെ ഈ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കി. ഇനി ഖുർആനിൽ നമ്മൾ കാണുന്ന മറ്റൊന്ന് സൂറത്തുൽ മാഇദയിലെ വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലൻ മിനല്ലാഹി എന്നാണ്. മോഷ്ടിക്കുന്നവന്റെയും മോഷ്ടിക്കുന്നവരുടെയും കൈകൾ നിങ്ങൾ മുറിക്കുക. ഇസ്ലാമിക നിയമം അതാണല്ലോ. എന്തിനാണത്? അവർ ചെയ്തതിന്റെ ഫലമായി നക്കാലം മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള നെക്കാലായിട്ടെന്നാണ് അവിടെ പറഞ്ഞത്. ഈ പറഞ്ഞ ആശയമൊക്കെ അവിടെയും വരുന്നു. കാരണം എന്താ? ഒരു മോഷ്ടിച്ച ഒരുത്തനെയോ അല്ലെങ്കിൽ മോഷ്ടിച്ച ഒരുത്തിയെയോ പിടിച്ചു നിർത്തി അവരുടെ കൈ മുറിക്കുന്നത് കുറെ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ജനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഒരിക്കലും ഇനി മോഷ്ടിക്കൂല എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് അവനെ അല്ലെങ്കിൽ അവളെ കൊണ്ടുപോയി കൂട്ടുന്ന ഒരവസ്ഥ സംജാതമാക്കുന്ന വാക്കാണ് നെക്കാലി. അപ്പൊ ഈ പറഞ്ഞ ഇവരെ ഈ കുരങ്ങന്മാരാക്കി അള്ളാഹു മാറ്റി എന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞത് ചരിത്രത്തിൽ ഇവരെയാണ് അങ്ങനെ ആക്കിയിട്ടുള്ളത്. അപ്പൊ ഇനി ആർക്കും ഈ ഭൂതി ഉണ്ടാകരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ ഇനി മറ്റൊരു സ്ഥലം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? അത് ഫിർഔനുമായി ബന്ധപ്പെട്ട ചരിത്രം പരാമർശിക്കുന്ന സൂറത്തുൻ നാസിആത്തിൽ
അന റബ്ബുക്കുമുൽ അഅല ഫഅഖദഹു അല്ലാഹു നകാലൽ ആഖിറതി വൽ ഊല. സൂറത്തുൻ നാസിആത്തിലെ ഈ വചനമാണ്. അപ്പൊ ഒന്ന് മോഷണവുമായി ബന്ധപ്പെട്ടത്, ഒന്ന് ഈ ബനു ഇസ്രായേൽക്കാരുമായി ബന്ധപ്പെട്ട ഈ ഭാഗത്ത്, മൂന്നാമത് ഫിറഔനുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ് ഞാൻ നിങ്ങളുടെ ഉന്നതനായ റബ്ബാണ് എന്ന് പറഞ്ഞ ഫിറഔൻ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെ കുറിച്ച് പരാമർശിച്ച് അവനേൽക്കേണ്ടി വന്ന ശിക്ഷയെ കുറിച്ച് ഓർമ്മിപ്പിച്ചതിന് ശേഷം അള്ളാഹു പറഞ്ഞതാണെന്ത്? ഫഅഖദഹുല്ലാഹു, അവനെ അള്ളാഹു പിടികൂടി. നക്കാലൽ ആഖിറതി വൽ ഊല, ഇഹലോകത്തെയും പരലോകത്തെയും നക്കാല് എന്ന നിലയിൽ പിടികൂടി. ഞാൻ റബ്ബാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നവനൊന്നും അങ്ങനെ റബ്ബ് ആവൂല, ഒരിക്കലും ആകാൻ കഴിയുകയില്ല. എല്ലാം എന്റെ കാൽ കീഴിലാണെന്ന് പറഞ്ഞിരുന്ന ഫിറഔന്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. മുങ്ങിച്ചത്തുപോയില്ലേ? ആ ചെങ്കടലും ആ ഈജിപ്തും ഒക്കെ, ആ പരിസരവും ഫലസ്തീനും ഒക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഈ അഹങ്കാരം കാണിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇതിനൊന്നും അതീതരല്ല. അള്ളാഹു എന്തിനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാവും, അപ്പൊ അത് നടന്നിരിക്കും ഇൻഷാ അല്ലാഹ്. അത്രേ ഉള്ളൂ. അപ്പൊ അവിടെയും പറഞ്ഞ പ്രയോഗം നക്കാല് എന്നുള്ളതാണ്. ആകട്ടെ, ഈ നക്കാല് പറഞ്ഞതിന് ശേഷം ഇതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടത്, ആ ശിക്ഷയിൽ നിന്നുള്ള രക്ഷപ്പെടുത്തിയത് ആ തിന്മ, ആ തെറ്റ്, ആ അധർമ്മത്തെ തടഞ്ഞവരെയാണ്. ബാക്കിയുള്ളവരെല്ലാം ആ ശിക്ഷയിൽ പെട്ടുപോയി. മീൻ പിടിച്ചവരും പെട്ടു, നിസ്സംഗത പാലിച്ചവരും പെട്ടു, എല്ലാം പെട്ടു. ഇതിൽ നമുക്ക് ഗുണപാഠമില്ലേ ഇന്നത്തെ കാലത്തെ എന്ന് നാം ആലോചിച്ച് നോക്കുക. തിന്മകൾക്കെതിരെയുള്ള കാഴ്ചപ്പാടിൽ ഈ മൂന്ന് വിഭാഗത്തിൽ ഞാനും നിങ്ങളും എവിടെ? ഇതാണ് ഖുർആൻ വചനം നമ്മളോട്, ഈ സംഭവം നമ്മളോട് ചോദിക്കുന്നത്. ഇതാണ് ഇതിന്റെ അന്തസ്സത്ത എന്ന് നാം തിരിച്ചറിയുക. ഏതായിരുന്നാലും നടന്നുകൊണ്ടിരിക്കുന്ന തിന്മകളോട് ഒരു കാരണവശാലും നമുക്ക് പങ്കുചേരാനോ നമ്മളുടെ പങ്ക് അതിലുണ്ടാകുവാനോ പാടില്ല. അത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. അതിനാണ് വിശുദ്ധ ഖുർആൻ ഈ സമുദായത്തെ കുറിച്ച് വിശേഷിപ്പിച്ച ഒരു വിശേഷണമുണ്ട്. എന്താണത്? കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ ഖൈറു ഉമ്മത്താണ്, നിങ്ങൾ ഉത്തമ സമുദായമാണ്. എപ്പോഴാ നിങ്ങൾ ഉത്തമ സമുദായമാവുക? ആ പേരും കെട്ടിത്തൂക്കി നടന്നാലാവൂല. പിന്നെയോ എന്ത് വേണം? തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം. വതൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കണം. വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ എങ്ങനെ വിശ്വസിക്കണമോ അതുപോലെ വിശ്വസിക്കണം. തൗഹീദ് എന്ന അടിത്തറയിൽ നിന്നുകൊണ്ട് എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുക അതൊക്കെ ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകണം. അപ്പോഴാണ് നിങ്ങൾ ഖൈറുമ്മത്താവുക. തിന്മ വിരോധിക്കുകയും വേണം, നന്മ കൽപ്പിക്കുകയും വേണം. ഇല്ലെങ്കിൽ അപകടമാണ്. വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞ ബനു ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് പറഞ്ഞു തരുന്ന ഒരു ഭാഗമുണ്ട്. ലുഇന അല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മർയം ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه. ഇതാണ് അവർ ചെയ്ത തെറ്റ്. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും മറിയമിന്റെ പുത്രൻ ഈശയുടെയും നാവിലൂടെ അവർ ശാപത്തിന് വിധേയരായി. എന്തേ? ذلك بما عصوا وكانوا يعتدون. അവര് എന്ത് കൽപ്പിച്ചിട്ടുണ്ടോ അതിനെതിരെ പ്രവർത്തിക്കുന്നവരും അതിര് കവിഞ്ഞ് പ്രവർത്തിക്കുന്നവരുമായിരുന്നു അവർ. അതുകൊണ്ട് അവർക്ക് ഈ ശാപത്തിന് അവർ അർഹരായി. പിന്നെയോ അവര് ചെയ്തുകൊണ്ടിരുന്ന തിന്മ പരസ്പരം അവർ വിരോധിക്കുമായിരുന്നില്ല. അതാണ് അവരുടെ ആ ശാപത്തിന് അവർ അർഹരായത്. ഈ അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൂടാ എന്നുള്ളത് കൊണ്ടാണ് ഈ അംറും ബിൽ മഅറൂഫ് നഹീൻ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും തിന്മയ്ക്കെതിരെ നിസ്സംഗത പാലിക്കരുത് എന്ന് ശക്തമായ ഭാഷയിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് നാം മനസ്സിലാക്കുക. അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മ വിരോധിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ടുമുണ്ട് ഹദീസുകൾ. അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള പൊതുവായ ശിക്ഷ നിങ്ങളെ പിടികൂടും.
സുമ്മ തദ്ഊനഹു, പിന്നെ കൈയും കാലും ഇട്ടടിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കും. വലാ യുസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല. മുന്നറിയിപ്പാണ്. അപ്പൊ നേരത്തെ ആ ബനു ഇസ്രായേൽക്കാരിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞതുപോലെ മഅ്ദിറത്തൻ ഇലാ റബ്ബിക്കും, അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ഉദ്ർ ബോധിപ്പിക്കാനുള്ള, ഞാൻ എന്റെ കടമ നിറവേറ്റി അല്ലെങ്കിൽ ഞങ്ങളുടെ കടമ നിറവേറ്റി എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ കഴിയുന്ന രൂപത്തിലായിരിക്കണം തിന്മകളോടുള്ള നമ്മളുടെ മനോഭാവം. ഇത് എങ്ങനെ സാധിക്കും? പ്രധാനമായും 3 രൂപത്തിൽ ഇതിന് പരിഹാരം നമുക്ക് കാണാം. ഒന്ന്, വ്യക്തി ജീവിതം ശുദ്ധീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിലൂടെ കുടുംബത്തെ സംസ്കരിക്കുക എന്നുള്ളതാണ്. വ്യക്തികൾ കുടുംബങ്ങളായി, കുടുംബങ്ങൾ സമൂഹമായി മാറുകയാണ്. അപ്പൊ തുടങ്ങേണ്ടത് അവിടെ നിന്ന് തന്നെയാണ്. വ്യക്തി ജീവിതത്തെ ശുദ്ധീകരിക്കുക, അള്ളാഹു വിരോധിച്ചതൊന്നും എന്നിലില്ല എന്നുറപ്പുവരുത്തുക. അതെന്തായിരുന്നാലും ശരി, അതിവിടെ ഏത് തരത്തിൽ ലഭിക്കുന്നതായിരുന്നാലും കിട്ടുന്നതായിരുന്നാലും ശരി. ഇപ്പൊ നമ്മൾ നോക്കുക, സ്വവർഗ വിവാഹം എന്ന് പറയുന്നത് എത്രയോ കാലം മുമ്പുള്ളതാണ്. ആ സ്വവർഗരതിയുമായി, ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഴുകിയ ഒരു ജനസമൂഹത്തെ അങ്ങനെ തന്നെ അല്ലാഹു നശിപ്പിച്ചു. ഏത് തരത്തിലുള്ള നാശം? ഡെഡ് സീ, ചാവുകടൽ അതിന്റെ ഉദാഹരണമായി ഇന്നും നിൽക്കുന്നുണ്ടത്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉപദേശം ചെവിക്കൊള്ളാത്ത, എന്നിട്ട് അങ്ങേയറ്റം മുച്ചൂടും ഇത്തരം കാര്യങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്ന ആ ജനതയെ ഭൂമി കീഴ്മേൽ മറിച്ച് അള്ളാഹു ശിക്ഷിച്ചു. എന്നിട്ടോ അതിന്റെ മീതെ തീമഴ പെയ്യിച്ചു. ഇത്രയും ശിക്ഷയാണ് അവർക്ക് കൊടുത്തത്. അതിന്നും പാഠമായി നിൽക്കുന്നു. അത് ഒറ്റയും തെറ്റയും ഒക്കെ ആയി ചെയ്തിരുന്ന കാര്യങ്ങൾ പിന്നെന്തായി ലോകത്ത്? അതിന് നിയമത്തിന്റെ പരിരക്ഷ വന്നു, സമൂഹത്തിന്റെ അംഗീകാരം വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതും നോർമലൈസേഷൻ ചെയ്തു, നമ്മളും അത് സാധാരണവൽക്കരിച്ചു. ഇങ്ങനെ എന്തെല്ലാം തോന്നിയാസങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട്. ശവഭോഗം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അത് നിയമപരമാക്കി കൊടുക്കാൻ പറ്റുമോ? മൃഗങ്ങളുമായുള്ള ബന്ധം ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതിന് നിയമപരിരക്ഷ കൊടുക്കാൻ പറ്റുമോ? സമൂഹത്തിന്റെ അംഗീകാരം നൽകാൻ പറ്റുമോ? അപ്പൊ തിന്മകൾക്ക് അംഗീകാരവും നിയമത്തിന്റെ പരിരക്ഷയും കൊടുക്കുന്നതോടുകൂടി തകിടം മറിയുകയാണല്ല. ഇന്ന് നമ്മൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പലതും നമ്മുടെ തലമുറകളിൽ നമ്മൾ അനുഭവിക്കുന്ന, വീടുകളിൽ വീർപ്പുമുട്ടുന്ന, ആരും കാണാതെ മുറിക്കുള്ളിൽ അടച്ചിരുന്നുകൊണ്ട് നെഞ്ചുപൊട്ടി കരയുന്ന ഉപ്പയും ഉമ്മയുമുള്ള ഒരു സമൂഹമാണ് ഇപ്പോഴുള്ളത്. തുടങ്ങേണ്ടടുത്തുനിന്ന് തുടങ്ങണം, നിയന്ത്രിക്കുന്നിടത്തുനിന്ന് നിയന്ത്രിക്കണം, തടയേണ്ടടുത്ത് തടയണം, അകലം പാലിക്കേണ്ടടുത്ത് അകലം പാലിക്കണം, അതിന് ശീലിപ്പിക്കണം. അത് തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ്, സ്വന്തം ജീവിതത്തിൽ നിന്നാണ്. കാരണം കുടുംബത്തിൽ മക്കൾ കണ്ടു വളരേണ്ടത് മാതാപിതാക്കളുടെ ജീവിതമാണ്. അവരാണ് അവരുടെ റോൾ മോഡൽ. ആ രൂപത്തിലാവും. അതാ ഞാൻ പറഞ്ഞത്, പ്രധാനമായും 3 കാര്യങ്ങളിലൂടെയാണ് ഇതിന് പരിഹാരം കാണുക. വ്യക്തി ശുദ്ധീകരണം, കുടുംബത്തിലെ സംസ്കരണം, സമൂഹത്തിന്റെ സമുദ്ധാരണം. ഇതിലൂടൊക്കെ ചെയ്യുക. ഇത് ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരും ഏറ്റെടുത്തവരുമാണ് നമ്മൾ എന്ന് തിരിച്ചറിയുക. ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഏറ്റവും ദുർബല വിശ്വാസികളാകാനെങ്കിലും നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, പ്രവാചകൻ പറഞ്ഞത് എന്താ? ഒരു തെറ്റ് കണ്ടാൽ, ഒരു തിന്മ കണ്ടാൽ അതിനെ കൈ കൊണ്ട് തടയുക. എല്ലാവർക്കും അതിന് കഴിഞ്ഞെന്ന് വരില്ല. അതിന് അധികാരവും കാര്യങ്ങളും ഒക്കെ വേണം. അധികാരമുള്ളവരും തെറ്റിന് കൂട്ടുനിന്നാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ പിന്നെന്താ, ഇങ്ങനെ പറയുക, ഈ പറയുന്നത് പോലെ പറയുക. അന്നോട് പറയും. ഇന്നിപ്പോ എന്താ അവസ്ഥ? അങ്ങനെ തെറ്റ് ചെയ്യുന്ന, അങ്ങനെ ആ രൂപത്തിൽ എല്ലാ മറകളെയും ഭേദിച്ചു കൊണ്ടുപോകുന്ന രൂപത്തിലുള്ള ആരെങ്കിലും കണ്ട് മോനെ അല്ലെങ്കിൽ മോളെ അരുതിട്ടോ എന്ന് പറഞ്ഞാൽ പറഞ്ഞോ കുടുങ്ങി, അവൻ പോകേണ്ടി വരും പോലീസ് സ്റ്റേഷനിലേക്ക്. അല്ലെങ്കിൽ അവൻ 6-ാം നൂറ്റാണ്ടിന്റെ സന്തതിയായി മാറും. ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്നവരാണ് ഇന്ന് കുറ്റവാളി. കുറ്റം ചെയ്യുന്നവർ മെച്ചപ്പെട്ട ആൾക്കാരുമാണ്. ഇതാണ് ഇന്നത്തെ അവസ്ഥ എന്നുള്ളത് മറന്നു പോകാതിരിക്കുക. നമ്മൾ പറയുകയെങ്കിലും ചെയ്യുക. അതിനും കഴിയുന്നില്ലേ, മനസ്സുകൊണ്ട് വെറുക്കുക, മാറി നിൽക്കുക. നിസ്സംഗത പാലിക്കുക എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. കഴിയുന്നില്ല
എന്റെ ശ്രമം മുഴുവൻ ഞാൻ നോക്കി, കഴിയുന്നില്ല, സാധിക്കുന്നില്ല. റബ്ബിനറിയാം. ആ മനസ്സുകൊണ്ടുള്ള വെറുപ്പ്. വദാലിക അദ്അഫുൽ ഈമാൻ. അതാണ് വിശ്വാസത്തിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത്രയെങ്കിലും വേണം, അതെങ്കിലും ഉണ്ടാകണം. തെറ്റുകളോട്, തിന്മകളോട്, അധർമ്മങ്ങളോട് ഒരിക്കലും അതിനെ സാധാരണവൽക്കരിക്കുകയോ നിസ്സാരവൽക്കരിക്കുകയോ, ഇന്നത്തെ കാലം അങ്ങനെയാണ്, സമൂഹം അങ്ങനെയാണ്, തലമുറ അങ്ങനെയാണ്, അങ്ങനെ പോയിക്കോട്ടെ എന്ന് പറയുന്ന, അതിന് പിന്തുണ കൊടുക്കുന്ന, മാനസികമായ പിന്തുണ കൊടുക്കുന്ന, ഇപ്പൊ ഏത് രംഗത്ത് നമ്മൾ എടുത്തു നോക്കും, നമ്മുടെ വിവാഹ രംഗത്തൊക്കെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്നാൽ നമ്മൾ കാണുന്നത്, ഞാൻ ഇവിടെ വെച്ച് പറയേണ്ട ആവശ്യമുണ്ടോ, നമ്മൾ എത്രയോ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാ. നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കാം, ഞാൻ എന്ത് ചെയ്യാനാ? കുട്ടികളല്ലേ അത് ചെയ്യുന്നത്, അവരുടെ തലമുറയല്ലേ ചെയ്യുന്നത്. അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുത്താൽ ജന്മം നൽകാൻ അവകാശമുള്ള, ജന്മം നൽകിയതിന് അവകാശമുള്ള, പഠിപ്പിച്ച് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ കെൽപ്പുറ്റ മാതാവിനും പിതാവിനും അരുത് മോനെ, അല്ലെങ്കിൽ അരുത് മോളെ, ഇത് നമുക്ക് പറ്റിയതല്ല എന്ന് പറയാനെങ്കിലും സാധിച്ചിട്ടില്ല എങ്കിൽ പടച്ചവന്റെ മുമ്പിൽ രണ്ട് കയ്യും കെട്ടി നിന്നും മറുപടി പറയേണ്ടി വരും. ഓർത്തോ ഞാനിന്ന്. അപ്പൊ നിർത്തേണ്ടടുത്ത് നിർത്തുക, നിൽക്കേണ്ടടുത്ത് നിൽക്കുക. അതിനുള്ള ഏറ്റവും വലിയ ഒരു ഗുണപാഠമായി നെക്കാൽ എന്ന പദം തന്നെ ഞാൻ അറബിയിൽ പറയട്ടെ, മലയാളത്തിൽ പറഞ്ഞാൽ അത് പൂർത്തീകരണമാവില്ല. അതാണ് ബനു ഇസ്രായേൽക്കാർക്ക് നൽകിയ ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞു തന്നത്. ജാഗ്രത പാലിക്കുക, ശ്രദ്ധിക്കുക. വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലും സമൂഹത്തിലുമൊക്കെ നമ്മളാൽ കഴിയുന്ന നന്മകളുടെ ചെറിയ ചെറിയ സ്ഫുലിംഗങ്ങൾ ഇട്ടുകൊടുത്ത് എന്താണ് ഈ ഇരുട്ടിനെ ഭേദിക്കാൻ കഴിയുക എന്നുള്ള ചിന്തയാകട്ടെ നമ്മളുടെയൊക്കെ മനസ്സിൽ. അതിന് പ്രചോദനമാകണം ഇവരുടെ ഈ സംഭവം എന്നുകൂടി ഉണർത്തുന്നു. മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾക്കൊപ്പം നിലകൊള്ളുവാനും തിന്മകൾക്കെതിരെ നീങ്ങാനും നമുക്കെല്ലാവർക്കും, നമ്മുടെ മക്കൾക്കും, നമ്മുടെ കുടുംബാദികൾക്കും, നമ്മുടെ പേരക്കിടാങ്ങൾക്ക്, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പാണ്ഡിത്യമുള്ള ആളുകളുടെ മരണം എപ്പോഴും വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞത് പണ്ഡിതന്മാരുടെ മരണമുണ്ടാക്കുന്ന ദൂഷ്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള പണ്ഡിതന്മാർ, ആ രൂപത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ച ലോക പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനായിരുന്നു കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ് റഹിമഹുല്ലാഹ്. അദ്ദേഹം സൗദി അറേബ്യയിലെ കിബാറുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്നു, സൗദിയുടെ ഗ്രാൻഡ് മുഫ്തിയായിരുന്നു. ലോകത്ത് തീവ്രവാദ സംഘടനകൾ മുളപൊട്ടി വന്നപ്പോഴൊക്കെ ഇസ്ലാമിന്റെ സമാധാനവും സന്ദേശവും ഉയർത്തിപ്പിടിച്ച് സംസാരിച്ച, അതിൽ നിന്ന് ലോകത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിട്ട, അത്രമാത്രം കടിപ്പുറ്റ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. പലപ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ച് കേൾക്കുമ്പോഴൊക്കെ നേരിൽ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അള്ളാഹു അതിനൊരു രംഗം, ഒരവസരം ഉണ്ടാക്കി തന്ന ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ സൗദി സന്ദർശന വേളയിൽ റിയാദിൽ ചെന്നപ്പോൾ അദ്ദേഹം ഏത് പള്ളിയിലാണ് വരിക എന്ന് അന്വേഷിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കാരം നടത്തിയ തുർക്കി മസ്ജിദിലാണ് അദ്ദേഹം ഉണ്ടാവുക. ഇഷാക്ക് ശേഷം അദ്ദേഹത്തിന്റെ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് മഗ്‌രിബിന് ശേഷം കുറച്ച് നേരത്തെ അവിടെ എത്തും ആള് എന്നറിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചുപേര് പോയി കണ്ടു, സലാം പറഞ്ഞു. ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്, നമ്മുടെ അഖീദയും പ്രവർത്തനവും ഒക്കെ പറഞ്ഞു. അപ്പൊ വലിയ സന്തോഷമായി, ഒരുപാട് ദുആ ചെയ്ത് ഒക്കെ ആ രംഗം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. പിന്നെ ആ ക്ലാസ്സിൽ പങ്കെടുത്തു. അതൊക്കെ കഴിഞ്ഞാണ് ആ ദിവസം. അതിനുശേഷം ഞാൻ മടങ്ങിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എല്ലാ നന്മകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിനെല്ലാം ഏറ്റവും വലിയൊരു സവിശേഷത, അറഫയിൽ 35 വർഷത്തോളം തുടർച്ചയായി അറഫ ഖുതുബ നിർവഹിക്കാൻ ഭാഗ്യം സിദ്ധിക്കുക എന്നുള്ളത്, ഇനി അത് ആരെങ്കിലും അതിലംഘിച്ചാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത്ര വലിയ മഹാഭാഗ്യവാൻ. അന്ധനാണ്, പക്ഷേ ഉൾക്കാഴ്ച വളരെ വലുതാണ്. എൽമിന്റെ ഒരു കടലായിരുന്നു അദ്ദേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ നമ്മളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ സ്ഥലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരാളെ ഞാൻ അനുസ്മരിക്കുകയാണ്. പലർക്കും അറിയാൻ കഴിയും, ജമാൽ സാർ എന്ന് പറയും. ഇവിടെ ഓർഫനേജ് ഉണ്ടായിരുന്നപ്പോൾ ഇവിടുത്തെ വാർഡനായിരുന്നു. അന്ന് ഇവിടെ പള്ളിയിലെ ഹാഫിളുകളൊന്നും ഉണ്ടാകുമായിരുന്നില്ല.
സൗകര്യമുള്ളപ്പോൾ ഞാൻ നിൽക്കും, ഞാനില്ലെങ്കിൽ പിന്നെ ആരാണ് നിൽക്കാൻ പറ്റുക? അങ്ങനെ ഇവിടെ ഇമാമത്തൊക്കെ നിന്നിട്ടുള്ള തൗഹീദി പ്രബോധന രംഗത്ത് ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ആളാണ് ആലപ്പുഴ ജമാൽ സാർ. വലിയ ഒരു ബന്ധം അദ്ദേഹവുമായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ ഹസനാത്തുകളെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സയ്യിആത്തുകളെ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ പലരും കഴിഞ്ഞ ആഴ്ചകളായി മരണപ്പെട്ടു പോയി. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അല്ലാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا في غزة. اللهم أعز غزة وأذل الصهاينة اليهود يا أرحم الراحمين. اللهم حرر المسجد الأقصى من أيادي يهود الصهاينة يا أرحم الراحمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.